ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. മഹാഭാരത കഥയിൽ വ്യാസപുത്രന്മാരെ കുറിച്ചുള്ള കഥ കേൾക്കാം. പരശുരാമനുമായുള്ള കഠിനമായ യുദ്ധത്തിൽ ഭീഷ്മർ വിജയിച്ചുവെങ്കിലും കുരുവംശത്തിന് സുഖം വന്നില്ല. ഭീഷ്മരുടെ സഹോദരനായ വിചിത്രവീര്യൻ അംബികയെയും അംബാലികയെയും വിവാഹം കഴിച്ച് ആനന്ദിച്ചു കഴിഞ്ഞു വരവെ ക്ഷയരോഗിയായി തീർന്നു. അദ്ദേഹത്തെ രക്ഷിക്കുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ ഒന്നും വിജയിച്ചില്ല. അദ്ദേഹം മരണമടയുകയും ചെയ്തു. രാജ്യമാകെ ശോകത്തിലാണ്ടു. ഇനി നാടുവാഴുന്നതാര്? കുലത്തിൽ സന്തതി എവിടെ? ബ്രഹ്മചാരിയായ ഭീഷ്മർ എങ്ങനെ കുലം നിലനിർത്തും? അമ്മയായ സത്യവതി ദുഃഖാർത്തയായി. ഒരു നാൾ സത്യവതി ഭീഷ്മരെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി: സഹോദര പത്നിമാരായ രാജകുമാരിമാരെ സ്വീകരിക്കുക. അവർക്കുണ്ടാവുന്ന മക്കൾ കുരുവംശം നിലനിർത്തട്ടെ. കുലം അന്യം നിൽക്കാൻ അനുവദിച്ചുകൂടാ. അത് കേട്ട് ഭീഷ്മർ ഇപ്രകാരം പറഞ്ഞു: താൻ എന്നും നിത്യബ്രഹ്മചാരിയായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. അമ്മയ്ക്കു വേണ്ടി ഞാൻ ചെയ്ത സത്യം ലംഘിക്കുകയില്ല. ചന്ദ്രന് കുളിർമയും ഇന്ദ്രന് വീര്യവും യമന് ധർമ്മവും പോയെന്ന് വരാം, പക്ഷേ ഭീഷ്മർക്ക് സത്യം പോവുകയില്ല. ദുഃഖിതയും നിരാശയുമായ അമ്മയെ നോക്കി ഭീഷ്മർ വീണ്ടും പറഞ്ഞു: അമ്മ ദുഃഖിക്കരുത്. കുലത്തിൽ സന്താനങ്ങൾ ഉണ്ടായേ തീരൂ. തേജസ്വികളായ ബ്രാഹ്മണരെ ഈ കുമാരിമാർ വരിക്കട്ടെ. അക്കാലത്ത് അങ്ങനെ ഒരു ആചാരമുണ്ടായിരുന്നു. പണ്ട് പരശുരാമൻ ക്ഷത്രിയന്മാരെയെല്ലാം നിഗ്രഹിച്ചപ്പോൾ ക്ഷത്രിയവംശം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി വിധവകളായ ക്ഷത്രിയ സ്ത്രീകൾ മറ്റ് മാർഗങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ വലിയ വലിയ ബ്രാഹ്മണരെയും തേജസ്വികളായ മഹർഷിമാരെയുമാണ് ആശ്രയിച്ചു പോന്നത്. ഭീഷ്മർ അപ്രകാരം പറഞ്ഞപ്പോൾ സത്യവതി തൻ്റെ മകനായ വ്യാസനെ കുറിച്ച് ഓർത്തു. തനിക്ക് പണ്ട് പരാശര മുനിയിൽ നിന്നും ഒരു പുത്രൻ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹമാണ് മഹാനായ വ്യാസനെന്നും ഭീഷ്മരെ അറിയിക്കുകയുണ്ടായി. തന്നെ കാണണമെന്ന് മനസ്സിൽ ചിന്തിക്കുന്ന നിമിഷം തന്നെ താൻ അമ്മയ്ക്കരികിൽ എത്തിക്കൊള്ളാമെന്ന് അദ്ദേഹം വാക്ക് നൽകിയിട്ടുള്ളതാണ്. വംശത്തിന്റെ നിലനിൽപ്പിനായി മഹർഷിയെ വിളിക്കാമെന്നായി സത്യവതി. അത് ധർമ്മം തന്നെയാണ് എന്ന് കൂപ്പുകൈയോടെ ഭീഷ്മർ അനുമതി നൽകി. സത്യവതി തൻ്റെ മകനെ മനസ്സുകൊണ്ട് സ്മരിച്ചു. ആ നിമിഷം തന്നെ കൃഷ്ണവർണ്ണനും ജടാധാരിയും ഉഗ്ര തേജസ്വിയുമായ വ്യാസമഹർഷി അമ്മയ്ക്കരികിൽ വന്നണഞ്ഞു. മകനെ മാറോടണച്ച് കണ്ണുനീരോടെ തൻ്റെ ദുഃഖവും ആഗ്രഹവും പറഞ്ഞു. കുലനാശം വരാതിരിക്കാൻ പുത്രന്മാരെ നൽകുക എന്ന് അപേക്ഷിച്ചു. അമ്മയുടെ ആജ്ഞ ധർമ്മമെന്ന് കരുതി ആ മഹർഷി സ്വീകരിച്ചു. അങ്ങനെയാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരരും പിറന്നത്. വ്യാസമഹർഷിയുടെ ഉഗ്ര തേജസാർന്ന രൂപം കണ്ട് കണ്ണുകൾ അടച്ചു കളഞ്ഞ അംബികയ്ക്ക് അന്ധനായ മകനാണ് ജനിച്ചത്. മുനിയെ കണ്ട് പേടിച്ച് വിളർത്തുപോയ അംബാലികയ്ക്കാകട്ടെ പാണ്ഡുവായ മകൻ പിറന്നു. ഒരു മകൻ അന്ധൻ, മറ്റൊരാൾ പാണ്ഡുരോഗി. ഒരു പുത്രൻ കൂടി വേണമെന്ന് സത്യവതി ആഗ്രഹിച്ചു. അംബികയോട് വീണ്ടും മുനിയുടെ അരികെ ചെല്ലാൻ ആജ്ഞാപിച്ചു. അംബികയാവട്ടെ അതിന് മനസ്സ് വരാതെ സ്വന്തം ദാസിയായ ശൂദ്രസ്ത്രീയെ മുനിസന്നിധിയിലേക്ക് അയച്ചു. ആ ശൂദ്രസ്ത്രീ വളരെ ഭക്തിയോടെയാണ് മുനിയുടെ അരികിൽ എത്തിയത്. വ്യാസന് അവളിൽ പിറന്ന പുത്രനാണ് മഹാജ്ഞാനിയായ വിതുരൻ. കുമാരന്മാർ പിറന്നതോടെ ഹസ്തിനപുരം ഒന്നുകൂടി തെളിഞ്ഞു. ഭീഷ്മരുടെ തണലിൽ രാജ്യമാകെ ഐശ്വര്യപൂർണമായി. നാട്ടിൽ കള്ളവും അധർമ്മവും ഇല്ലാതായി. വിദ്യ വർദ്ധിച്ചു. ഹസ്തിനപുരിയിലെ ഓരോ ഗൃഹത്തിലും കൊടുക്കുക, ഭുജിക്കുക എന്ന വാക്കുകൾ എപ്പോഴും കേൾക്കാമായിരുന്നു. രാജകുമാരന്മാരെ ഭീഷ്മർ സ്വന്തം മക്കളെപ്പോലെ വളർത്തി. കുമാരന്മാർ യൗവനമാർന്നു. ആയോധന കലകളിൽ അവർ അഗ്രഗണ്യരായി തീർന്നു. അതുപോലെ തന്നെ വേദവും പുരാണവും നീതി നിയമങ്ങളും അവർക്ക് ഇണങ്ങി. ഏറ്റവും ശക്തനായി തീർന്നു ധൃതരാഷ്ട്രർ. ഏറ്റവും ധീരനായ വില്ലാളിയായി തീർന്നു പാണ്ഡു. വിതുരരാവട്ടെ മഹാജ്ഞാനിയായി തീർന്നു. മൂത്തവനെങ്കിലും അന്ധനാകയാൽ ധൃതരാഷ്ട്രർ രാജ്യഭാരം ഏറ്റില്ല. അങ്ങനെ എല്ലാവരുടെയും സമ്മതപ്രകാരം പാണ്ഡുവിനെ ഭീഷ്മർ രാജാവായി അഭിഷേകം ചെയ്തു. യുവാക്കളായ അവർക്ക്
വധുക്കളെ തേടുകയായി ഭീഷ്മരുടെ അടുത്ത പ്രയത്നം. ഗാന്ധാര രാജാവിന്റെ പുത്രിയായി സുന്ദരിയും വിദുഷിയുമായൊരു കന്യകയുണ്ടെന്ന് ഭീഷ്മർ അറിഞ്ഞു. ശിവനെ ഭജിച്ച് അവൾ തനിക്ക് 100 പുത്രന്മാരുണ്ടാവുമെന്ന് ഒരു വരം നേടിയിട്ടുണ്ടത്രേ. ഭീഷ്മർ വിതുരരുമായി ആലോചിച്ചു. ഗാന്ധാരിക്ക് 100 പുത്രന്മാർ പിറക്കുമെന്നുള്ള വരം തങ്ങളുടെ വംശത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കും. വിതുരരും അതിനനുകൂലിച്ചു. വിവാഹാഭ്യർത്ഥനയുമായി ചെന്ന ബ്രാഹ്മണൻ വിവരങ്ങൾ പറഞ്ഞപ്പോൾ ഗാന്ധാരന് ചിന്തയായി. കണ്ണു കാണാത്തൊരു രാജാവിനെ വരനായി മകൾക്കു നൽകുന്നതെങ്ങനെ? എങ്കിലും ഇത്ര കേളി കേട്ടൊരു വിവാഹം വേണ്ടെന്ന് വെക്കുന്നതെങ്ങനെ? ഒടുവിൽ അത് നടക്കട്ടെ എന്ന് തന്നെ രാജാവ് നിശ്ചയിച്ചു. തന്നെ വിവാഹം കഴിക്കുന്നയാൾ അന്ധനാണെന്നറിഞ്ഞ ഗാന്ധാരി ഉടൻ തന്നെ അവൾ ഒരു പട്ടെടുത്ത് തൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടി. എൻ്റെ ഭർത്താവിനില്ലാത്തൊരു മേന്മ എനിക്കും വേണ്ട എന്ന് കഠിന നിശ്ചയമെടുത്തു. അന്ധനായ ധൃതരാഷ്ട്രരും അന്ധത സ്വയം വരിച്ച ആ പതിവ്രതയും ഹസ്തിനപുരിയിൽ സുഖത്തോടെ വാണു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.